ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 7ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണാവുന്നതാണ്. സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസും അതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആവശ്യമുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ഹാൻഫെങ് സോൾഹാളിന്റെ എൽഡർ ആയിട്ടുള്ള മൂഗോയോട് ടവറിൽ വെച്ച് നടന്ന എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്. മെഡിസിൻ എൽഡറിന്റെയും യാണിനെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങൾ മെഡിസിൻ എൽഡറിനെ കുറിച്ചൊക്കെ മൂഗോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മെഡിസിൻ എൽഡർ ജീവനോടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഹാൻഫെങ്ങിനോട് വീണ്ടും അയാളെ കൊല്ലുവാൻ ആവശ്യപ്പെട്ടു. മുമ്പ് സോൾഹാളിൽ ചേരുന്നതിന് വേണ്ടി തന്നെയാണ് സോൾഹാള് അവന്റെ മാസ്റ്ററിനെ കൊല്ലുവാൻ ഹാൻഫെങ്ങിനോട് ആവശ്യപ്പെട്ടതും അവൻ അത് ചെയ്തതും. ഇപ്പോൾ വീണ്ടും അത് ആവർത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മൂഗോ ചോദിക്കുന്നത് അവനത് സാധിക്കുമോ എന്നാണ്. അവന്റെ മാസ്റ്ററിനോട് ഇപ്പോഴും അവന് സ്നേഹമുണ്ടോ എന്നൊക്കെയാണ്. എന്നാൽ ഹാൻഫെങ് അവന്റെ മാസ്റ്ററിനെ ഒരുപാട് വെറുക്കുന്നു. ഒരിക്കലും തന്റെ മാസ്റ്ററിനെ താൻ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഹാൻഫെങ് പറയുന്നത്. ഇപ്പോ പോലും ഫ്ലെയിം മന്ത്ര യാണിന് കൊടുത്തതിനുള്ള ദേഷ്യമാണ് ഹാൻഫെങ്ങിന്. അതുകൊണ്ട് സോൾഹാള് പറഞ്ഞാൽ മെഡിസിൻ എൽഡറിനെ കൊല്ലാൻ പോലും തയ്യാറാണെന്ന് അവൻ പറയുന്നു. എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ ഹാൻഫെങ് പറയുന്നത് യാണിനെ ഉപയോഗിച്ച് മെഡിസിൻ എൽഡറിനെ കൊല്ലാം എന്നാണ്. യാണിന്റെ മോതിരത്തിന്റെ ഉള്ളിലാണല്ലോ മെഡിസിൻ എൽഡർ ഉള്ളത്. യാണിന്റെ ഫാദർ ആകട്ടെ ഇപ്പോൾ ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിന്റെ ബന്ധനസ്ഥതയിലാണുള്ളത്. ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിന്റെ നേതാവായിട്ടുള്ള യുൻഷുൺ ഏകാന്തതയിൽ കൾട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരം മുതലെടുക്കാം. അതിന് മാത്രം സോൾഹാള് ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരുമെന്ന് ഹാൻഫെങ് ആവശ്യപ്പെടുന്നു. അവസാനമായിട്ട് മെഡിസിൻ എൽഡറിന്റെ ബോൺ സ്പിരിറ്റ് ചില്ല് ഫ്ലെയിമും സ്വന്തമാക്കാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനേക്കാളും അത് ഒരുപാട് പവർഫുൾ ആണ്. അതുകൊണ്ടാണല്ലോ ആ ഫ്ലെയിം ഉപയോഗിച്ച് ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ യാൺ എളുപ്പത്തിൽ കീഴടക്കിയത്. ആ കാര്യം ഇവർ ഇവിടെ പറയുന്നില്ല, ഞാൻ പറഞ്ഞതാണ്. അവസാനം മൂഗോ അത് ചെയ്തോളാൻ പറയുന്നു. പക്ഷേ മിസ്റ്റേക്ക് ഒന്നും സംഭവിക്കരുത്. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അവനെ യൂസ്ലെസ് ആയിട്ട് പരിഗണിക്കും. പിന്നെ അവന് ഒരു ചാൻസും കിട്ടില്ല. പിന്നെ മെഡിസിൻ എൽഡറിനെ ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്ന യാണിനെ കാണിക്കുന്നു. ഇപ്പോഴും അയാൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ ശക്തി ഉപയോഗിച്ച് മെഡിസിൻ എൽഡറിനെ ഹീല് ചെയ്യുമ്പോൾ യാണിന് മനസ്സിലാകുന്നു മെഡിസിൻ എൽഡർ ഒരുപാട് വീക്കാണ്. എങ്കിലും ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ മെഡിസിൻ എൽഡറിന്റെ ശബ്ദം പറയുന്നത് സ്പിരിച്വൽ റിക്കവറി പില്ലിനെ കുറിച്ചാണ്. ഫയർ പോയിസന് എതിരെയുള്ള ആന്റിഡോട്ട് ആണത്. മെഡിസിൻ എൽഡറിന്റെ ശരീരത്തിൽ ഫയർ പോയിസൺ പ്രവേശിച്ചതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഇയാൾ ഉടനെ തന്നെ വന്നത് ഹെഡ് മാസ്റ്ററിന്റെ അടുത്തേക്കാണ്. അവിടെ വെച്ച് ഹെഡ് മാസ്റ്ററിനോട് സംസാരിക്കുന്ന സമയത്ത് അവൻ അക്കാദമിയിലേക്ക് വന്നത് പോലും ഫോളൻ ഹാർട്ട് ഫ്ലെയിം സ്വന്തമാക്കാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുമാത്രമല്ല അതിനൊക്കെ ക്ഷമാപണം നടത്തുന്നു. എന്നാൽ ഹെഡ് മാസ്റ്റർ പറയുന്നത് ഹെവൻലി ഫ്ലെയിംസ് ഒക്കെ ഓണർ ഇല്ലാത്തതാണ്, ആർക്കു വേണമെങ്കിലും സ്വന്തമാക്കാമെന്നാണ്. അക്കാദമി അതിനെ സീല് ചെയ്തു വെച്ചിരുന്നു, പക്ഷെ ആർക്കും അതിനെ കീഴടക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്നാണ് ഹെഡ് മാസ്റ്റർ പറയുന്നത്. അതിനുശേഷം മെഡിസിൻ എൽഡറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോഴാണ് മെഡിസിൻ എൽഡറിന് സ്പിരിച്വൽ റിക്കവറി പില്ല് വേണമെന്ന കാര്യം പറഞ്ഞത്. അതുമാത്രമല്ല ജീവൻ അപകടത്തിലല്ല എങ്കിലും ഇപ്പോൾ കോമയിലാണെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. എന്നാൽ സ്പിരിച്വൽ റിക്കവറി പില്ല് എന്നത് ഹൈ ഗ്രേഡിലുള്ള ഒരു പില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാദമിയിൽ ആ പില്ല് ഇല്ലായിരുന്നു. സെൻട്രൽ പ്ലെയിനിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് ഹെഡ് മാസ്റ്റർ പറഞ്ഞത്. ഇയാളപ്പോൾ പറയുന്നത് ഒരുപക്ഷെ ഹാൻഫെങ് ഉള്ള സ്ഥലത്ത് ഉണ്ടാകുമെന്നാണ്. കാരണം ടവറിൽ പ്രവേശിച്ച് അറ്റാക്ക് ചെയ്ത സമയത്ത് അവന്റെ ശരീരത്തിന്റെ ഉള്ളിലും ഫയർ പോയിസൺ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. ഹെഡ് മാസ്റ്റർ അപ്പോൾ അത് ശരിവെക്കുന്നു. അതുമാത്രമല്ല അങ്ങോട്ട് പോവുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, അന്നേ ദിവസം തന്നെ ബായ്ഷാനും മിസ്സിംഗ് ആയിരുന്നു. ഹാൻഫെങ് ബായ്ഷാനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. എങ്കിലും അവൻ അക്കാദമിയിലെ ഒരു ശിഷ്യനാണല്ലോ. അവന്റെ ഉത്തരവാദിത്തം അക്കാദമിയുടെ ഉത്തരവാദിത്തം കൂടിയാണല്ലോ. ഇയാളാകട്ടെ പൂർണ്ണ മനസ്സോടെ അതിന് തയ്യാറാകുന്നു. കാരണം വേറൊന്നുമല്ല, യാണിനോടുള്ള ദേഷ്യം മൂലമായിരുന്നു ബായ്ഷാൻ അങ്ങനെ ആയിത്തീർന്നത്. അത് യാണിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പൂർണ്ണ മനസ്സോടെ അവൻ അതിന് തയ്യാറായത്. അതിനുശേഷം സ്പിരിച്വൽ റിക്കവറി പില്ലിന് വേണ്ടി യാണും യൂണറും ആ ജനറലും ഒക്കെ അങ്ങോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു. ആ ജനറൽ അവരുടെ കൂടെ വരുന്നതിന് യാണിന് ഒട്ടും താല്പര്യമില്ല. അതിനെപ്പറ്റി യാൺ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യൂണറിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവളുടെ കൂടെ വന്നേ മതിയാകൂ എന്നാണ് ജനറൽ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ യാണിന് അവസാനം അത് സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ യാൺ പറയുന്നത് പോലെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിനുശേഷം യാൺ മുന്നോട്ട് നടന്നു കഴിയുമ്പോൾ ജനറൽ യൂണറിനോട് പ്രത്യേകം പറയുന്നുണ്ട് ഇവന് ഫെങ് സിറ്റി ഒന്നും ക്ലിയർ ആയിട്ട് അറിയില്ല എന്നൊക്കെ. അത്രയും യാത്ര ചെയ്തതെന്ന് മനസ്സിലാക്കിയായിരിക്കും ജനറൽ അങ്ങനെ പറഞ്ഞത്. യൂണർ എന്നാൽ പറഞ്ഞത് യാണിൽ വിശ്വസിക്കുന്നു എന്നാണ്. ഫുഡൊക്കെ കഴിച്ചാണ് അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഒരു ജംഗ്ഷനിൽ എത്തുമ്പോൾ അവർ നിൽക്കുന്നു. എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത രീതിയിലാണ് യാൺ നിൽക്കുന്നത്. അത് മനസ്സിലാക്കി ജനറൽ അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. എന്നാൽ യാൺ അപ്പോൾ പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ. ഹാൻഫെങ് ഹൈ ഗ്രേഡിലുള്ള ആ
പില്ല് ഉണ്ടാക്കി തീരണമെങ്കിൽ 3-4 ദിവസമെങ്കിലും എടുക്കും. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല. അതിനുശേഷം ഫെങ് ഉള്ള സ്ഥലത്ത് അവർ എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അല്പം കഴിയുമ്പോൾ തന്നെ ആ പില്ല് ഉണ്ടാക്കി തീരുമെന്ന് അവർക്ക് മനസ്സിലാകുന്നു. പിന്നെ ആ പില്ല് റിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാൻ ഫെങ്ങിനെ കാണിക്കുന്നു. അവിടേക്ക് സോൾഹാളിന്റെ 2 ആളുകൾ വന്ന് യാൻ ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ കീഴടക്കി എന്ന കാര്യം പറയുന്നു. ഹാൻ ഫെങ്ങിന് അതുവഴി ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. മെഡിസിൻ എൽഡറിന് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടാകും. അതുകൊണ്ട് യാൻ തീർച്ചയായും ഈ പില്ലിന് വേണ്ടി ഇവിടെ എത്താതിരിക്കില്ല. ഈ പില്ല് റിഫൈൻ ചെയ്യുന്നത് ഞാനിപ്പോൾ നിർത്തുകയാണെങ്കിൽ അതെനിക്ക് കൂടുതൽ പരിക്കുകളായിരിക്കും ഉണ്ടാക്കുക. ഹാൻ ഫെങ്ങിന് അതുകൊണ്ട് തന്നെ ആ പില്ല് ഉണ്ടാക്കാതിരിക്കാനും സാധിക്കില്ല. ഉണ്ടാക്കി കഴിഞ്ഞാൽ അവന് കിട്ടുമോ എന്നും സംശയമാണ്. എങ്കിലും അവസാനം അവൻ പറയുന്നത് മറ്റൊരാൾക്ക് അത് കിട്ടാൻ അനുവദിക്കില്ല എന്നാണ്. അതിനുശേഷം ബായ്ഷാനെ അങ്ങോട്ട് വിളിക്കാൻ പറയുന്നു. പിന്നെ യാണും യൂണറും ഒക്കെ അവിടെ എത്തുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ അവരവിടെ എത്തിയപ്പോൾ അവിടെ ബായ്ഷാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബായ്ഷാൻ ആകട്ടെ അവരോട് വേറെ ആരും അങ്ങോട്ട് കയറാതെ യാൻ മാത്രം അങ്ങോട്ട് വന്ന് ആ പില്ല് എടുത്തോളാൻ പറയുന്നു. ബായ്ഷാനെ അവിടെ കാണുമ്പോൾ അവർ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. ഇപ്പോഴും അവന്റെ മുഖത്തൊക്കെ പരിക്ക് പറ്റിയ പാടുകളൊക്കെ ഉണ്ട്. ജനറൽ ആകട്ടെ അയാളുടെ ശക്തി ഉപയോഗിച്ച് ഹാൻഫെങ് അവിടെ ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുവഴി അതൊരു ട്രാപ്പാണെന്ന് അവർക്ക് മനസ്സിലാകുന്നു. യാണാകട്ടെ ട്രാപ്പ് ആണെങ്കിലും അങ്ങോട്ട് കയറാൻ തീരുമാനിക്കുന്നു. കാരണം അവന് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ആ പില്ല് എടുത്തതിന് ശേഷം അവർക്കത് എറിഞ്ഞു കൊടുക്കാമെന്ന് പറയുന്നു. ശേഷം അവർ മുന്നോട്ട് വരുന്നതായിട്ട് കാണുമ്പോൾ ബായ്ഷാൻ പ്രത്യേകം പറയുന്നത് യാൻ മാത്രം കയറിയാൽ മതി, മറ്റുള്ളവരോട് കയറരുത് എന്നാണ്. അല്പം ദേഷ്യത്തോടു കൂടിയാണ് അത് പറയുന്നത്. യാണാകട്ടെ അപ്പോൾ പറയുന്നത് നിനക്ക് ദേഷ്യം എന്നോടാണ്, യൂണറിനോട് ആ ദേഷ്യം പ്രകടിപ്പിക്കരുത് എന്നാണ്. എന്നാൽ ദേഷ്യത്തോടെ ബായ്ഷാൻ അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. അതിനുശേഷം യൂണറിനോട് പുറകോട്ട് പോകാൻ പറയുന്നു. യാണാകട്ടെ അതിനുശേഷം പറയുന്നത് അവനോട് അക്കാദമിയിലേക്ക് തിരികെ വരണം, മാസ്റ്റേഴ്സ് അവന് വേണ്ടി കാത്തിരിക്കുകയാണ്, ഫെയർ ആയിട്ടുള്ള പണിഷ്മെന്റ് മാത്രമേ അവന് കിട്ടുകയുള്ളൂ എന്നൊക്കെയാണ്. എന്നിട്ടും ബായ്ഷാൻ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഒരിക്കലും അങ്ങോട്ട് തിരികെ വരാൻ പോകുന്നില്ല എന്ന് പറയുന്നു. യാണാകട്ടെ നിരാശ മൂലമാണ് അവൻ അങ്ങനെയൊക്കെ പറയുന്നത്. മെഡിസിൻ എൽഡറിന്റെ സഹായത്തോടെ അവന്റെ ശക്തിയൊക്കെ തിരികെ കിട്ടും, നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ ദേഷ്യത്തോടെ ബായ്ഷാൻ പറയുന്നത് അവന്റെ ശക്തിയെല്ലാം പോയിട്ട് അവൻ ഈ അവസ്ഥയിലാകാനുള്ള കാരണം പോലും യാണാണ്. എന്നിട്ട് അഭിമാനത്തോടെ അവനെ സഹായിക്കാം എന്നൊക്കെ പറയുന്നതിൽ നാണമില്ല എന്നൊക്കെയാണ്. യാൺ അത് മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ബായ്ഷാൻ വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അതെല്ലാം തന്നെ അവന് കിട്ടേണ്ടതായിരുന്നു, യാണാണ് എല്ലാം നശിപ്പിച്ചത് എന്നൊക്കെയാണ് ബായ്ഷാൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാൺ അപ്പോൾ അവനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ബായ്ഷാൻ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ശരിയാണ്, യാൺ വന്നില്ലായിരുന്നെങ്കിൽ അവിടുത്തെ എല്ലാനും ബായ്ഷാന് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞു. അതിന്റെ പേരിൽ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. യാണിന് അവന്റെ 13 വയസ്സുള്ള സമയത്ത് ഇതൊക്കെ തന്നെയാണ് അനുഭവിക്കേണ്ടി വന്നത്. അവന്റെ ശക്തിയൊന്നും വർദ്ധിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. എല്ലാവരും അവനെ ഒരു ജോക്കറായിട്ട് കണക്കാക്കി. എന്നിട്ടും നിരാശപ്പെടാതെ ഹാർഡ് വർക്ക് ചെയ്താണ് ഇതുവരെയും അവൻ എത്തിയത്. അങ്ങനെ അവൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും ബായ്ഷാനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി യാൺ പറയുന്നു. യാണിന് അതൊക്കെ സാധിച്ചെങ്കിൽ തീർച്ചയായും ഹാർഡ് വർക്ക് ചെയ്ത് ബായ്ഷാനും അത് സാധ്യമാകും. അവസാനം വെറും ഫ്രസ്ട്രേഷന്റെ പുറത്ത് മണ്ടത്തരമൊന്നും കാണിക്കരുത് എന്ന് യാൺ പറയുന്നു. നിന്റെ ശക്തിയെല്ലാം വീണ്ടെടുത്തതിന് ശേഷം നമ്മൾ തമ്മിൽ ഫെയർ ആയിട്ടുള്ള ഒരു ഫൈറ്റും ഉണ്ടാകും. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ യാണിനെ തള്ളി മാറ്റിക്കൊണ്ട് അക്കാദമിയെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പില്ലും അവന് എറിഞ്ഞു കൊടുക്കുന്നു. അപ്പോഴേക്കും അവിടെ ഒരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവുകയാണ്. യാണിനെ കൊല്ലുന്നതിന് വേണ്ടി ഹാൻഫെങ് ഒരുക്കി വെച്ച ഒരു ട്രാപ്പായിരുന്നു അത്. മരിക്കുന്നതിന് മുമ്പ് എന്തോ ഒരു സാധനം ബായ്ഷാൻ യൂണറിന് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല അവനെ അക്കാദമിയിലേക്ക് തിരികെ കൊണ്ടുപോകാനും പറഞ്ഞിരുന്നു. എന്നാൽ അത് പറഞ്ഞ ഉടനെ തന്നെ അവൻ മരിക്കുകയായിരുന്നു. എല്ലാവർക്കും അത് കണ്ട് ഒരുപാട് വിഷമമാകുന്നു. അതിനുശേഷം അവന്റെ ഡെഡ് ബോഡി അക്കാദമിയിൽ എത്തിച്ച് മാസ്റ്റേഴ്സിനെ കാണിക്കുന്നു. ബായ്ഷാൻ കൊടുത്ത വസ്തുവാകട്ടെ യൂണർ ഇതേ സമയം ബായ്ഷാന്റെ മാസ്റ്ററിന് കൊടുക്കുന്നു. ബായ്ഷാൻ അത് കൊടുത്തത് ബായ്ഷാന്റെ സഹോദരന് കൊടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. ആ കാര്യം മാസ്റ്ററിന് കൊടുക്കുന്ന സമയത്ത് യൂണർ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവന്റെ മാസ്റ്റർ ആകട്ടെ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരുപാട് പൊട്ടിക്കരയുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അവന്റെ ബ്രദറിനോട് എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കാനാണ് എന്നൊക്കെ പറയുന്നു. ഇയാണാകട്ടെ വിഷമത്തോടെ ഇങ്ങനെ പറയുന്നു, അക്കാദമിയിൽ വെച്ച് അവൻ ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷമാണ് അവൻ മരിച്ചത്. ഹെഡ് മാസ്റ്റർ അപ്പോൾ വിഷമത്തോടെ പറയുകയാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമില്ല, ആർക്കും മിസ്റ്റേക്ക് പറ്റാം. പക്ഷേ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നവർക്കാണ് യഥാർത്ഥ ധൈര്യമുള്ളത്. പിന്നെ ഹൂജിയ ആ വാർത്ത കേട്ട് പൊട്ടിക്കരയുന്നതായിട്ട് കാണിക്കുന്നു. ഹൂജിയ ഇങ്ങനെ പറയുകയാണ്, ബായ്ഷാൻ എപ്പോഴും പറയുമായിരുന്നു അക്കാദമിയിലെ നമ്പർ 1 ഫൈറ്റർ ആകണമെന്നൊക്കെ. യാൺ അപ്പോൾ ചോദിക്കുന്നത് നമ്പർ 1
ആകുന്നതൊക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ എന്നാണ്. ഹൗജി അപ്പോൾ പറയുന്നത് അവന്റെ എൽഡർ ബ്രദർ ആയിട്ടുള്ള ബായ്ചെങ് റാങ്ക് നമ്പർ 3 ആണ്. അവന്റെ എൽഡർ ബ്രദറിനെയും കടത്തി വെട്ടണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. എല്ലാവരും അതിനെക്കുറിച്ച് പറയണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഇയാണപ്പോൾ പറയുന്നത് ബാഷാനെ കുറിച്ച് ഓർത്ത് ബാഷാന്റെ സഹോദരൻ ഇപ്പോൾ അഭിമാനിക്കുന്നുണ്ടാകും. പിന്നെ കാണിക്കുന്നത് യാണിന്റെ ബിഗ് ബ്രദറിനെ യാത്രയാക്കുന്ന യൂണറിനെയാണ്. അയാളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ യൂണറിന് മനസ്സിലാകുന്നുണ്ട് യാണിനെ കുറിച്ച് ഓർത്താണ് അയാൾ ആകുലപ്പെടുന്നതെന്ന്. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് വേറൊന്നുമല്ല, യാൺ ഒട്ടും ക്ഷമയില്ലാത്തവനാണ്. ഫാദറിനെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെ ക്ഷമയില്ലാതെ അവൻ ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിനെ നേരിടുമോ എന്നാണ് ഞാൻ പേടിക്കുന്നത്. പക്ഷേ നീ അവന്റെ കൂടെ ഉണ്ടെങ്കിൽ അവൻ അവന്റെ ജീവനെ പറ്റിയൊക്കെ ഓർക്കും, എടുത്തു ചാടി മണ്ടത്തരമൊന്നും കാണിക്കില്ല. യൂണർ അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടേണ്ട, യാണിന്റെ കൂടെ താൻ ഉണ്ടാകുമെന്ന് പറയുന്നു. ശേഷം സമാധാനപൂർവ്വമായിട്ടാണ് അയാളെ യാത്ര അയക്കുന്നത്. അയാൾ പോയി കഴിയുമ്പോൾ തന്നെ ജനറൽ യൂണറിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, യാൺ ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ കീഴടക്കി, ഇനി അവൻ എല്ലാത്തിനെയും നേരിട്ടോളും. നീ എന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നത്? യൂണർ അപ്പോൾ ചോദിക്കുന്നത് വേറൊന്നുമല്ല, ഷിയോ ഫാമിലിയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്നാണോ നിങ്ങൾ പറയുന്നത്? യാണിന്റെ ഫാദർ ഇപ്പോഴും ഡേഞ്ചറിലാണ്. അപ്പോ നീ അവന്റെ കൂടെ അവന്റെ ഫാദറിനെ രക്ഷിക്കാൻ പോവുകയാണോ എന്ന് ജനറൽ ചോദിക്കുന്നു. യൂണർ അപ്പോൾ പറയുന്നത് അതിനെ അനുവദിക്കണമെന്നാണ്. കാരണം വേറൊന്നുമല്ല, യാണിന്റെ ഫാദർ ഒക്കെ നല്ലവണ്ണമായിരുന്നു യൂണറിനെ നോക്കിയത്. അതുകൊണ്ട് യാണിന്റെ ഫാദർ ഓക്കെ ആണെന്ന് കേട്ട് കഴിഞ്ഞാൽ മാത്രമേ യൂണറിന് ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. എന്നാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജനറൽ പറഞ്ഞത് ഇവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഗൂക്ലാന്റെ നേതാവിനെ അയാൾ എഴുതി അറിയിച്ചിരുന്നു. അതിന് മറുപടിയായിട്ട് ഗൂക്ലാന്റെ നേതാവ് പറഞ്ഞത് ഉടനെ തന്നെ യൂണറിനെ ഗൂക്ലാനിൽ എത്തിക്കാനാണ്. യൂണർ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തിനാണ് എഴുതി അറിയിച്ചതെന്ന് ചോദിക്കുന്നു. അപ്പോ ജനറൽ ഒരു കാര്യം പറയുന്നുണ്ട്, എന്തോരം വർഷമായി നീ ഗൂക്ലാൻ വിട്ടുപോയിട്ട് അപ്പോഴെല്ലാം നിന്റെ ഫാദർ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? നീ നിന്റെ ഫാദറിനെ കുറിച്ച് ആലോചിക്കാത്തത് എന്താണ്? ഷിയോ ഫാമിലിയെ കുറിച്ച് മാത്രമേ നീ ആകുലപ്പെടുന്നുള്ളൂ. യൂണറിനാകട്ടെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മറുപടി പറയാനായില്ല. എങ്കിലും അവസാനം പറയുകയാണ്, എനിക്കത് മനസ്സിലായി, ഷിയോ ഫാമിലിയുടെ പ്രശ്നങ്ങളൊന്ന് കഴിഞ്ഞോട്ടെ, ഉടനെ തന്നെ ഞാൻ ഗൂക്ലാനിലേക്ക് തിരികെ വരാം. ഇയാണാകട്ടെ മെഡിസിൻ എൽഡറിനെ കൊണ്ട് സ്പിരിച്വൽ റിക്കവറി പില്ല് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഒരു സ്റ്റാച്ചുവിനെ പോലെ നിൽക്കുന്ന അയാളുടെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല. ഇയാണപ്പോൾ അത് നടക്കില്ല എന്ന് മനസ്സിലാക്കി അവന്റെ ശക്തി ഉപയോഗിച്ച് ആ പില്ലിന്റെ എല്ലാ ശക്തിയും മെഡിസിൻ എൽഡറിന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവൻ അതിൽ വിജയിക്കുന്നത്. എന്നാൽ അത് കഴിഞ്ഞപ്പോഴേക്കും അവനാകെ തളർന്നു പോയിരുന്നു. മെഡിസിൻ എൽഡറിനാകട്ടെ ഇപ്പോൾ ബോധം വന്നിരിക്കുന്നു. അതിനുശേഷം യാണിന് മെഡിസിൻ എൽഡറിനെ ഹാൻഫെങ് ആയിട്ടാണ് തോന്നുന്നത്. ഒരു പക്ഷേ ആ പില്ലിൽ ഹാൻഫെങ് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും യാണിനെ അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് തന്നെ ഹാൻഫെങ് ആണെന്ന് കരുതി യാൺ മെഡിസിൻ എൽഡറിനെ ആക്രമിക്കുന്നു. യാണിന്റെ കയ്യിലുള്ള വാള് പോലെയുള്ള ആയുധം ഉപയോഗിച്ചാണ് അറ്റാക്ക് ചെയ്തത്. ആദ്യത്തെ അറ്റാക്ക് മെഡിസിൻ എൽഡറിനെ ശരിക്കും കിട്ടിയിരുന്നു. യാൺ ആകട്ടെ ഹാൻഫെങ്ങിന്റെ പേര് വിളിച്ച് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ മെഡിസിൻ എൽഡറിനെ കാര്യം മനസ്സിലാകുന്നുണ്ട്. ഹാൻഫെങ് ആണെന്ന് കരുതിയാണ് യാൺ ആക്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി മെഡിസിൻ എൽഡർ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല യാണിനെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു. ആ സമയത്ത് ഹാൻഫെങ് പറഞ്ഞ വാക്കുകളായിരുന്നു യാണിന്റെ മനസ്സിലൂടെ കടന്നുപോയത്. മെഡിസിൻ എൽഡറിന്റെ ശിഷ്യനായിട്ടുള്ള യാൺ തന്നെ അവനെ കൊല്ലും, അതാണ് മെഡിസിൻ എൽഡറിന്റെ വിധി. ഈ വാക്കുകളായിരുന്നു വെള്ളത്തിൽ വീണപ്പോൾ യാണിന്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഉടനെ തന്നെ അവന് സുബോധം തിരികെ കിട്ടുകയും അവൻ മെഡിസിൻ എൽഡറിന്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. യാണിനെ ആ സമയത്ത് കണ്ടപ്പോൾ മെഡിസിൻ എൽഡർ ഒന്ന് ഞെട്ടിയിരുന്നു. പിന്നെയാണ് മനസ്സിലായത് അവന് സുബോധം തിരികെ കിട്ടിയിരിക്കുന്നു. സുബോധം തിരികെ കിട്ടിയെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവന്റെ ചെവിക്ക് പിടിച്ചിട്ട് മെഡിസിൻ എൽഡർ അവനെ ഒരുപാട് ശകാരിക്കുന്നു. ഹാൻഫെങ്ങിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ പില്ലിൽ പോയിസൺ ഉണ്ട് എന്ന് അവൻ മനസ്സിലാക്കിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവനെ ശകാരിച്ചത്. അതിനുശേഷം അവസാനം ഇങ്ങനെ പറഞ്ഞു, ഇനി നീ മനഃപൂർവ്വം എന്നെ ആക്രമിച്ചതാണോ? ഇയാണപ്പോൾ അല്പം വിഷമത്തോടെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് മെഡിസിൻ എൽഡർ പറയുന്നത്, ചെറുപ്പത്തിൽ മെഡിസിൻ എൽഡർ അവന്റെ ഒരുപാട് ശക്തി ആർജിച്ചിരുന്നല്ലോ, അതിന്റെ പ്രതികാരം വീട്ടുകയല്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അതൊക്കെ തമാശയായിട്ട് പറഞ്ഞതായിരുന്നു. എന്നാൽ അതിനുശേഷം യാൺ ദേഷ്യത്തോടെ സംസാരിച്ചത് ഹാൻഫെങ്ങിനെ കുറിച്ചാണ്. പല പ്രാവശ്യവും അവൻ മെഡിസിൻ എൽഡറിനെ കൊല്ലുവാൻ ശ്രമിച്ചിരുന്നല്ലോ, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോഴാണ് മെഡിസിൻ എൽഡർ കുറെ കാര്യങ്ങൾ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മെഡിസിൻ എൽഡറിന്റെ സെക്ട് സോൾഹാളിനെ നേരിട്ടു. ഹുൻ മീഷെങ് ആയിരുന്നു സോൾഹാളിന്റെ നേതാവ്. ഇപ്പോഴും അയാൾ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. അന്ന് സോൾഹാളിനെ തോൽപ്പിക്കുന്നതിന്റെ വക്കിൽ വരെയും ഇവരുടെ സെക്ട് എത്തിയതായിരുന്നു. എന്നാൽ ആ സമയത്തായിരുന്നു എൽഡർ മൂഗോയുടെ നിർദ്ദേശപ്രകാരം ഹാൻഫെങ് മെഡിസിൻ എൽഡറിനെ കൊല്ലുവാൻ ശ്രമിച്ചത്. ഹാൻഫെങ് സോൾഹാളിന്റെ ഒരു കരു മാത്രമാണ്. എൽഡർ മൂഗോയുടെ പേര് കേട്ട് കഴിയുമ്പോൾ യാൺ ആ പേര് ഓർത്തു വെക്കുന്നുണ്ട്. അതിനു മുൻപ്
മുൻപ് മൂഗോ മെഡിസിൻ എൽഡറിന്റെ ഒരു ജൂനിയർ ആയിരുന്നു. പിന്നെ കാണിക്കുന്നത് ക്ലൗഡ് മിസ്റ്റിലെ നേതാവായിട്ടുള്ള യുൻഷാന് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പില്ല് സമ്മാനമായിട്ട് ഹാൻഫെങ് സമർപ്പിക്കുന്നതാണ്. ആ സാമ്രാജ്യത്തിൽ തന്നെ റയർ ആയിട്ടുള്ള ഒരു പില്ലായിരുന്നു അത്. എന്തിനാണെന്ന് പോലും അറിയാതെ അത് വാങ്ങാൻ അയാൾ തയ്യാറാകുന്നില്ല. അത് എവിടെ നിന്ന് വന്നു, എന്തിനാണ് അയാൾക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്നിങ്ങനെയൊക്കെ യുൻഷാൻ ചോദിക്കുന്നു. ഹാൻഫെങ് അപ്പോൾ തന്റെ മാസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരമാണ് അത് സമ്മാനമായിട്ട് തരുന്നതെന്ന് പറയുന്നു. അതുകൊണ്ട് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം ഷിയോ ക്ലാന്റെ നേതാവ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അതായത് യാണിന്റെ ഫാദർ തന്നെ. അപ്പോ യുൻഷാൻ ചോദിക്കുന്നത് ആ കാര്യമൊക്കെ നിങ്ങൾ എന്തിനാണ് അറിയുന്നതെന്നാണ്. അപ്പോഴേക്കും എൽഡർ മൂഗോയും അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അത് കണ്ട് ദേഷ്യത്തോടെ യുൻഷാൻ പറയുന്നത് ഇത് ഞങ്ങളുടെ സെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, പുറത്തു നിന്നുള്ള ഒരാളുടെ സഹായം ആവശ്യമില്ല എന്നൊക്കെയാണ്. ഷിയോ ഫാമിലിയെ നേരിടാൻ മറ്റുള്ള ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എൽഡർ മൂഗോ പറയുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം, ഇതുവഴി നിങ്ങൾക്ക് നേട്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം. അത് കേട്ട് കഴിയുമ്പോൾ യുൻഷാൻ പറയുകയാണ് 10 വർഷത്തിലധികമായി ഞാൻ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടുത്ത ലെവലിലേക്ക് എളുപ്പത്തിൽ എത്താനുള്ള മാർഗം നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അയാൾ അത് ഒരുപാടൊക്കെ ട്രൈ ചെയ്തതായിരുന്നു, എല്ലാം ഫെയിൽ ആവുകയായിരുന്നു. അതുകൊണ്ട് മൂഗോ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അത് മനസ്സിലാക്കി മൂഗോ അവിടെ ഉണ്ടായിരുന്ന ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിലെ അംഗരക്ഷകരുടെ ശക്തികൾ വലിച്ചെടുക്കുന്നു. യുൻഷാൻ ആ സമയത്ത് ഒന്നും തന്നെ ചെയ്തില്ല. അതിനുശേഷം എൽഡർ മൂഗോ ആ ശക്തിയെല്ലാം യുൻഷാന്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അതും മൂലം അയാൾ ശരിക്കും ഒന്ന് സുഖിക്കുന്നുണ്ടായിരുന്നു. മൂഗോയാകട്ടെ ഇങ്ങനെ പറയുന്നു, ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ തരാൻ സോൾഹാളിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ സോൾഹാളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഷിയോ ഫാമിലി ഒക്കെ വലിയ കാര്യമാണോ? ഈ ജിയാമ സാമ്രാജ്യം തന്നെ നിങ്ങളുടെ കാൽക്കീഴിലായിരിക്കും. യുൻഷാൻ ആകട്ടെ ആ ശക്തി കിട്ടുന്നതിന്റെ സുഖം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അത് തരുവാൻ ആവശ്യപ്പെട്ടു. അതുമാത്രമല്ല അവർ പറയുന്ന ഏത് കണ്ടീഷനും അംഗീകരിക്കാനും തയ്യാറാണെന്ന് പറയുന്നു. അങ്ങനെ ക്ലൗഡ് മിസ്റ്റി സെക്റ്റും സോൾഹാളുമായിട്ട് ചേരുകയാണ്. പിന്നെ ക്ലൗഡ് മിസ്റ്റി സെക്റ്റിന്റെ തടവറയിലുള്ള യാണിന്റെ ഫാദറിനെ കാണിക്കുന്നു. അയാളുടെ അവസ്ഥ കണ്ടാലേ അറിയാം, ക്ലൗഡ് മിസ്റ്റി സെക്റ്റ് അയാളെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. മര്യാദക്ക് അനങ്ങാൻ പോലും സാധിക്കാത്ത ഒരു കേജിലാക്കിയാണ് അദ്ദേഹത്തെ ബന്ധനസ്ഥതയിലാക്കിയിരിക്കുന്നത്. കുറെ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് ബോധം പോലും വരുന്നത്. അയാൾ മരിച്ചിട്ടില്ല എന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. ആനിമേഷനിൽ നോക്കുകയാണെങ്കിൽ ക്ലൗഡ് മിസ്റ്റ് സെക്റ്റ് ഇതേപോലെ ആക്രമണം നടത്തിയെങ്കിലും യാണിന്റെ ഫാദറിനെ മാത്രം അവർക്ക് പിടിക്കാൻ സാധിച്ചില്ല. മറിച്ച് സോൾഹാൾ ആയിരുന്നു യാണിന്റെ ഫാദറിനെ പിടിച്ചുകൊണ്ട് പോകുന്നത്. ക്ലൗഡ് മിസ്റ്റ് സെക്റ്റിന്റെ സഹായമില്ലാതെ ഡയറക്റ്റ് ആയിട്ട് സോൾഹാൾ യാണിന്റെ ഫാദറിനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അതും വേറൊരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. ഈ സീരീസിൽ നമ്മൾ കാണുന്നത് യാണിന്റെ ഫാദറിനെ ഉപയോഗിച്ച് യാണിനെ ഭീഷണിപ്പെടുത്താനും മെഡിസിൻ എൽഡറിനെ കൊല്ലുവാനും ഒക്കെയാണ് സോൾഹാള് യാണിന്റെ ഫാദറിനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് യാണിനെയും യൂണറിനെയുമാണ്. അവൻ ഹെവൻലി ഫ്ലെയിംസിന് യോഗ്യനാണ് എന്ന് കാണിക്കണമെങ്കിൽ അതുപയോഗിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് മെഡിസിൻ എൽഡർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഹെവൻലി ഫ്ലെയിംസ് ഉപയോഗിച്ചാണ് അവൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം വർക്കായി. കാരണം ആ ഫ്ലെയിം അവൻ കുറെ നാളായിട്ട് ഉപയോഗിക്കുകയാണല്ലോ. എന്നാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഫോളൻ ഹാർട്ട് ഫ്ലെയിം വർക്കായില്ല. അതിനുശേഷമുള്ള അറ്റംപ്റ്റിലായിരുന്നു അത് വർക്കായത്. ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമിനേക്കാളും അത് വളരെ പവർഫുൾ ആയിരുന്നു. റാങ്കിങ്ങിന്റെ കാര്യത്തിൽ അത് ഗ്രീൻ ലോട്ടസ് ഫ്ലെയിമിനേക്കാളും ഉയരങ്ങളിലാണല്ലോ. അപ്പോ ആ ഫ്ലെയിം അത്രമാത്രം പവർഫുൾ ആയിരിക്കും. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.